ഹലോ ഹായ് നമസ്കാരം. എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ഉണ്ണി വ്ളോഗ്സ് സിനിഫൈൽ എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. നമ്മുടെ കൂടെയുള്ളത് സന്തോഷ് കലേബാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കണം എന്ന് ഫീൽ ചെയ്തൊരു വിഷയം എന്ന് പറയുന്നത് ആസിഫ് അലിയും രമേശ് നാരായണനും ഉൾപ്പെടുന്ന ഒരു വിഷയമാണ്. MTയുടെ 91ാമത് ജന്മദിന ആഘോഷ പരിപാടി നടക്കുകയായിരുന്നു. അപ്പോൾ ആ പരിപാടിയിൽ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥകളെ ആസ്പദമാക്കിയുള്ള ഒരു വെബ് സീരീസിൻ്റെ ട്രെയിലർ ലോഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ട്രെയിലർ ലോഞ്ചിൽ ആ സിനിമയുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് മൊമെൻറ്റോ കൊടുക്കുന്ന ഒരു പരിപാടിയിൽ രമേശ് നാരായണന് ആസിഫ് അലി മൊമെൻറ്റോ കൊടുക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന്, ആസിഫ് അലിയിൽ നിന്ന് അത് സ്വീകരിക്കാൻ ഒരു താല്പര്യമില്ലാത്തതുപോലെ, എന്നാൽ എൻ്റെ കൈ തന്നേക്കും എന്ന് പറഞ്ഞത് വാങ്ങിച്ച് പിന്നീട് ആസിഫ് അലിയെ മൈൻഡ് ചെയ്യാതെ ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ അങ്ങേ അറ്റത്തുണ്ടായിരുന്ന ജയരാജിനെ വിളിച്ചു വരുത്തി ജയരാജിൻ്റെ കയ്യിൽ നിന്ന് പുരസ്കാരം മേടിക്കുന്നത് പോലെ ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം ആസിഫ് അലി അദ്ദേഹം കംപ്ലീറ്റ്ലി അവഗണിക്കുകയാണ്. ആസിഫ് അലി ചിരിച്ചുകൊണ്ട് അതൊരു വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു പെരുമാറ്റമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ മാറി നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിലൊരു അനീതി ഉണ്ടല്ലോ, ആ അനീതി ആസിഫ് അലി എന്ന അഭിനേതാവിനേറ്റ ഒരു ഇൻസൾട്ടുണ്ട്. ആൻഡ് എനിക്കിതിൽ ഏറ്റവും റോങ് ആയിട്ട് തോന്നുന്നത്, ഇതുവരെ രമേശ് നാരായൺ മാപ്പ് പറഞ്ഞിട്ടില്ല, നിരുപാധികം ഒരു മാപ്പ് ആസിഫ് അലിയോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ ഈ വിഷയത്തെ രണ്ട് തരത്തിലുള്ള എക്സ്പ്ലനേഷനും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും. ഒന്ന്, രമേശ് നാരായണനെ വേണ്ടവണ്ണം അവർ വേദിയിലേക്ക് ആ സമയത്ത് വിളിച്ചില്ല, അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വളരെയധികം വ്രണപ്പെട്ടാണ് അദ്ദേഹം അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ആസിഫ് അലിയെ കൊണ്ടവർ അത് ആ മൊമെൻറ്റോ കൊടുപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഒരു ഭാഗം. ഇറ്റ്സ് ഓക്കെ, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷെ ഞാൻ അതിനേക്കാൾ കൂടുതൽ ആസിഫ് അലിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ഇത് കാണാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഒരു തൊഴിലിടങ്ങളിലെ ഒരു ഇക്വാലിറ്റി, ഇക്വാലിറ്റി നമ്മൾ ഒരു ആശയമായി മുൻപോട്ട് വയ്ക്കുമ്പോൾ പോലും വ്യക്തിബന്ധങ്ങളിൽ എത്ര നാൾ ഇക്വാലിറ്റി ഉണ്ട്, തൊഴിലിടങ്ങളിൽ സമത്വം എത്രത്തോളം ഉണ്ട്, അങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. ഒരു പക്ഷേ അവിടെ നമ്മൾ സീനിയോറിറ്റി, രമേശ് നാരായണൻ്റെ സീനിയോറിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. ആസിഫ് അലി അതിന് ശേഷം ഇൻഡസ്ട്രിയിലേക്ക് വരികയും പയ്യനായി വളർന്ന് വന്ന ഒരാളാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഈ രമേശ് നാരായണൻ്റെയോ ആസിഫ് അലിയുടെയോ വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ സാഹചര്യങ്ങളിൽ പലപ്പോഴും ഈ സമത്വം വ്യക്തിബന്ധങ്ങളിൽ കടന്നു അല്ലെങ്കിൽ ഒരു തൊഴിലിടത്ത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതിൻ്റെ ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മുടെ സാഹചര്യത്തിൽ കഴിവ് ദൈവം തരുന്നതാണെന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വലിയ വലിയ മ്യൂസീഷ്യൻസൊക്കെ അവർ ദൈവത്തിലേക്ക് അടുത്ത് നിൽക്കുന്നവരും ഒരു ചെറിയ ഒരു ജോലിക്കാരനോ അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരാളെ വളരെ നിസ്സാരനായി കാണുന്ന പല ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ തന്നെ പറയാറുണ്ട്, മറ്റേ രക്തഗുണം ദാസേട്ടൻ്റെ അല്ലേ മോൻ എന്ന് പറയുന്നത് പോലത്തെ. അതെ, ആ തരത്തിലുള്ള ഒരു തന്നെ പോലെ മറ്റൊരുത്തിനെ കാണാതെ വരിക, അത് തൊഴിലിടങ്ങളിൽ നല്ല, ഇനി കുടുംബങ്ങളിൽ പോലും അതുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എല്ലായിടങ്ങളും നമ്മൾ സമത്വം വേണം എന്നൊക്കെ പറയും, ഒരു പക്ഷേ ഒരു ഫൈറ്റിന് വേണ്ടി നമ്മൾ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ തൊഴിലിടങ്ങളിൽ, ഒരു പൊതു സമൂഹത്തിൽ ഇതുണ്ടെങ്കിൽ പകുതി പ്രശ്നങ്ങൾ തീരും. ഇവിടെ അദ്ദേഹം വ്രണപ്പെട്ട ആളാണ് ഈ രമേശ് നാരായണൻ. പക്ഷേ ആസിഫ് അലിയെ അദ്ദേഹം തൻ്റെ സമനായി കാണുന്നില്ല. രണ്ട്, ആസിഫ് അലി അദ്ദേഹം നിസ്സാരനാക്കുക എന്നുള്ളതാണ് എനിക്ക് ആ പദമായിരിക്കും കുറച്ച് ചേരുന്നത്. ഒരാളെ അങ്ങോട്ട് നെഗ്ലക്റ്റ് ചെയ്ത് കളയുക, കാണുന്നേ ഇല്ല അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കൈ കാണിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു വലിയ ഒരു ഇൻഡിവിജ്വൽ എന്ന തരത്തിൽ, ഒരു വ്യക്തി എന്ന തലത്തിൽ താൻ ഇല്ലാതെയായി പോകുന്നതാണ്, ഗവനിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആ സംഘാടകരുടെ ചില പ്രശ്നങ്ങൾ അതിനകത്ത് ഉന്നയിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അതിനെ നമ്മൾ വിലക്കെടുക്കേണ്ടതുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ നിൽക്കുമ്പോഴും കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു നടനെ നിസ്സാരനാക്കി ഇല്ലാതെയാക്കി കളയുന്ന ഒരു നിലപാടാണ്, ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനെ നമുക്ക് പലതരത്തിൽ കണക്ട് ചെയ്യാം. ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിലാണ്, ഒരു ശ്രേണീബദ്ധമായിട്ടാണ് പലപ്പോഴും കഴിവ് ദൈവം കൊടുക്കുന്നത്, താഴേക്കിടയിലുള്ളവർ, അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. അതിലുപരി ഈക്വലായ ഒരു സൊസൈറ്റിയിൽ പരസ്പരം ബഹുമാനിക്കുകയും, അയാളുടെ സീനിയോറിറ്റി ഒന്നും അവിടെ പ്രശ്നമൊന്നുമല്ല. പ്രത്യേകിച്ച് നമ്മുടെ സാഹചര്യത്തിൽ അതിനെ അല്ല അദ്ദേഹത്തിന് കണ്ട ഒരു വ്യക്തിയായി പരിഗണിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിയുടെ പരിഗണന അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട്. അതൊന്നും രമേശ് നാരായണൻ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒന്ന് നോക്കുകയോ ഒന്ന് പുഞ്ചിരിക്കുകയോ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുകയോ അവിടെ നിന്നുകൊണ്ട് ജയരാജിനെ വിളിക്കുകയോ ചെയ്യുന്നത്, അത് ഇല്ലാതാക്കി കളയും. എനിക്കതിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് ജയരാജ് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം അതിലൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ആണ് ജയരാജ് അത് ചെയ്തത്. അതിൽ എനിക്ക് കുറേ പ്രശ്നങ്ങൾ അതിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ജയരാജ് വരുന്നു, അവാർഡ് കൊടുക്കുന്നു, അവർ തോളത്ത് തട്ടിയിരുന്ന് കൂട്ടുകാരെ പോലെ ഫോട്ടോ എടുക്കുന്നു. അവിടെ അപമാനിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ട്. രമേശ് നാരായണൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കുറേ പ്രശ്നങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, ആസിഫ് അലി എണീറ്റ് വന്ന്
എല്ലാവരുടെയും മുമ്പിൽ ബാക്കി എല്ലാവരും ഇരിക്കുകയാണ്, എല്ലാവരും കൂടി ഓടിക്കൂടി എന്തോ തിരക്കിനിടയിൽ കൊടുത്തു വിടാൻ നോക്കിയപ്പോൾ അപ്പക്കഷ്ണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയുന്ന ഒരു കുട്ടിയെ പോലെയൊക്കെയാണ് അദ്ദേഹം ഓരോ പത്രസമ്മേളനത്തിലിരുന്ന് പറയുന്നത്. പക്ഷേ ആസിഫ് അലി വരുന്നു, അദ്ദേഹം മാത്രം അവിടെ എണീറ്റ് നിൽക്കുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്തൊരാൾ ഈ പുരസ്കാരമായിട്ട് വരുന്നു. പുരസ്കാരം എന്നല്ല, ഒരു മെമൻറ്റോ, ഒരു 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 സമ്മാനമാണത്. ഇപ്പം നമ്മൾ പറയുമ്പോൾ ദേശീയ അവാർഡോ അല്ലെങ്കിൽ ചലച്ചിത്ര അവാർഡോ ഇതൊന്നും അല്ല ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ വന്ന ആ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഒരു ഗിഫ്റ്റ്, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒരു സമ്മാനം എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും കാണേണ്ടതില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ സീനിയോറിറ്റിയുടെ എലമെൻറ്റ് പറയുമ്പോൾ ഞാനത് ആദ്യം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം രമേശ് നാരായൺ എന്ന് പറയുന്നത് ഏകദേശം 4 പ്രാവശ്യത്തോളം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ള, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഹിറ്റ് പാട്ടുകൾ, ആദ്യകാല ഹിറ്റുകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആസിഫ് അലി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കുട്ടിയായിരുന്നിരിക്കണം. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു പുരസ്കാരം കൊടുക്കുമ്പോൾ ആസിഫ് അലിയെ പോലെ താരതമ്യം ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു മേഖലയിൽ അദ്ദേഹം പ്രഗത്ഭനാണെങ്കിൽ പോലും രമേശ് നാരായൺ എത്തി നിൽക്കുന്ന, അച്ചീവ് ചെയ്തിട്ടുള്ള നേട്ടങ്ങളുടെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ആസിഫ് അലി ചെറിയൊരാളല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുമോ? ഈവൻ ഞാൻ ആലോചിച്ചിരുന്ന ഒരു എന്താ പറയുക, ഒരു ഉപമ പോലും ഇങ്ങനെയായിരുന്നു. നിങ്ങൾ മോഹൻലാലിന് അവാർഡ് കൊടുക്കാൻ ധ്യാൻ ശ്രീനിവാസനെ വിളിക്കില്ലല്ലോ, അല്ലെങ്കിൽ മോഹൻലാലിന് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ അടുത്ത കാലത്ത് തിരക്കഥകൾ എഴുതി തുടങ്ങിയ ഇപ്പോൾ ഷാഹി കബീറിനെ പോലെ ഒരാളെ വിളിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അവിടെയാണ് ഈ പറയുന്ന തുല്യതയുടെ ഒരു എലമെൻറ്റ് വരുന്നത്. അതെ, ആ കൊടുക്കുന്ന പുരസ്കാരത്തിനാണ് അവിടെ വിലയുള്ളത്, അല്ലാതെ അത് ആര് കൊടുക്കുന്നു എന്നുള്ളതല്ല. ആ സമയത്ത് ഈ പുരസ്കാരം കൊടുക്കുന്നത് ഒരു കൊച്ചുകുട്ടി വന്ന് രമേശ് നാരായൺ ഇത് കൊടുക്കുകയായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് എത്ര ഗ്രാവിറ്റി ഉള്ളൊരു പ്രശ്നമായിട്ട് മാറുമായിരുന്നു. അത് ബാലാവകാശ കമ്മീഷനൊക്കെ കേസെടുത്തേനെ. ഇവിടെ ഇത് ആസിഫ് അലി ആയിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘടന അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നുണ്ട്. സംഘടനയുടെ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അവരിൽ തന്നെയുള്ള കുറേ അഭിനേത്രിമാരുടെ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൽ എന്താണ് ഒരു പോസ്റ്റ് ഒന്നും ഇടാത്തതെന്നൊക്കെ ചോദിക്കാൻ തോന്നിപ്പോകുന്നുണ്ട്. പക്ഷേ അതൊരു വേറൊരു വിഷയമാണ്. ഇവിടെ രമേശ് നാരായൺ ആദ്യം അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കുമ്പോൾ സന്തോഷ് നാരായൺ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ രമേശ് നാരായൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ അറിയാത്ത ആളുകൾക്ക് ചോദിക്കുക ഇയാൾ ആരുവാന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ അങ്ങനെ ചോദിക്കുന്നത് ആ കലാകാരനോട് നിങ്ങൾ ചെയ്യുന്ന അനീതിയാണ്. ആസിഫ് അലിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് രമേശ് നാരായണനെ ചവിട്ടി താഴ്ത്തുന്ന കുറേ ആളുകളെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. രമേശ് നാരായണൻ്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് ആസിഫ് അലിയോടുള്ളൊരു മാപ്പ് പറച്ചിലാണ്. കാരണം അദ്ദേഹം അയാളോട് തെറ്റ് ചെയ്തു, ഒരു മനുഷ്യനെ നിങ്ങൾ ഇല്ലാതെയാക്കി, അയാൾ അവിടെ ഇല്ല എന്ന് നേരത്തെ പറഞ്ഞ പോലെ അയാൾ അവിടെ ഇല്ലാതാക്കണം, പുല്ല് വിലയല്ലടാ കൊടുക്കുന്നത് എന്ന് മുകേഷിൻ്റെ ഒരു വളരെ പ്രശസ്തമായ ഡയലോഗാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് വിളിക്കുന്നു, സന്തോഷ് നാരായണൻ്റെ പേര് വിളിക്കുന്നു. അതിലെനിക്ക് ഈ ആങ്കറിനെയും ആൻഡ് ആ സംഘാടകരെ മുഴുവൻ കുറ്റം പറയേണ്ടതുണ്ട്. ഒരാളെ വിളിക്കുമ്പോൾ ഇപ്പം അദ്ദേഹം ആഗ്രഹിക്കുന്ന കുറച്ച് വിളികളുണ്ടാകും. ഇപ്പം എൻ്റെ പേര് ഞാൻ വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന അല്ലാത്തൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും, പ്രത്യേകിച്ച് ഒരു പൊതു സദസ്സിൽ. ഇപ്പം എന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകൾക്ക് എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ പേര് എങ്ങനെയാണ് വെക്കേണ്ടത്, ഉണ്ണി വ്ളോഗ്സ് എന്ന് വെക്കണോ, ഉണ്ണികൃഷ്ണൻ എന്ന് വെക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊരു മിനിമം മാന്യതയാണ്. ആ മാന്യതയും മര്യാദയും അദ്ദേഹത്തിന് അവിടെ വെച്ച് നിഷേധിക്കപ്പെട്ടു എന്നുള്ളൊരു വാസ്തവമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളിൽ ദേഷ്യം ഉണ്ടാവും, എന്നെ ഇങ്ങനൊരു പരിപാടിക്ക് വിളിച്ചിട്ട് എന്നെ അപമാനിക്കുകയാണോ എന്നുള്ളത്. ആൻഡ് രമേശ് നാരായൺ എന്ന വ്യക്തിയുടെ ക്യാരക്ടറിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള വർക്കും ആൻഡ് അദ്ദേഹം നേടിയിട്ടുള്ള കാര്യങ്ങൾ ഒരു വലിയ ഒരു സംഭവമായി അദ്ദേഹം കാണുന്നുണ്ട്. അതൊരു സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ള രീതിയുടെ കൂടെ ആയിരിക്കാം. എങ്കിൽ പോലും പൃഥ്വിരാജുമായിട്ട് ഇദ്ദേഹത്തിന് മുമ്പുണ്ടായിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു, നമ്മുടെ എന്നും മൊയ്തീൻ. അപ്പോൾ ആ സമയത്ത് പത്രക്കാരോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, പിന്നെ നമ്മുടെയൊക്കെ വർക്കിനെയൊക്കെ വിലയിരുത്താൻ ഇവരൊക്കെ വളർന്നോ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് ആ ന്യൂസ് റിപ്പോർട്ട് കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോണിലുണ്ട് അദ്ദേഹത്തിൻ്റെ വർക്കിന്, അദ്ദേഹത്തിന് എന്നെ ഈ ലെവലിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ ഹേർട്ട് ചെയ്യപ്പെട്ടു, വല്ലാണ്ട് ഈഗോ ഹേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കാൻ വേണ്ടിയിട്ട് വേദിയിലേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് കാലിന് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ചിട്ട് ആസിഫ് അലി ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ആസിഫ് അലിയെ ഇല്ലാതാക്കി അദ്ദേഹം ജയരാജനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു പക്ഷേ ഈ സംഘാടകരുടെ മുമ്പിൽ വിജയിക്കുക എന്ന് പറയുന്ന ഒരു ആഗ്രഹമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവുക. ഫസ്റ്റ് കാര്യങ്ങളിലൊന്ന്, അതായത് ആസിഫ് അലിയോട് പ്രതികാരം ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പക്ഷേ എനിക്ക് അവാർഡ് തരുവാണെങ്കിൽ ഇന്ന ആൾ തരണം, കാര്യം ഞാൻ ഇങ്ങനെ ഒരാളാണ്, ഞാൻ ഇത്ര അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് അവാർഡ് തരുമ്പോൾ എൻ്റെ സിനിമയുടെ സംവിധായകൻ കൂടിയായിരിക്കണം, അല്ലെങ്കിൽ എന്നെപ്പോലെ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരാളായിരിക്കണം. അവിടെ നോക്കുമ്പോൾ ജയരാജ് എന്ന് പറയുന്ന സംവിധായകൻ പുരസ്കാരങ്ങൾ ഒരുപാട് നേടിയിട്ടുള്ള ആളാണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഹൈറാർക്കിയൽ നേട്ടങ്ങളുടെ പട്ടികയിൽ തനിക്കൊപ്പം നിർത്താം എന്ന് അദ്ദേഹത്തിന് തോന്നുന്ന ഒരാളായിരിക്കും. പക്ഷെ അവിടെ ഈ ആസിഫ് അലി എന്ന് പറയുന്ന വ്യക്തി, ഇപ്പം ഇതിൽ ഏറ്റവും മാന്യമായൊരു കൺക്ലൂഷൻ എനിക്ക് ഫീൽ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറ്റാണെങ്കിൽ പറയണേ, അതായത് ആസിഫ് അലിയിൽ നിന്ന് അദ്ദേഹം ആ പുരസ്കാരം ചിരിച്ചുകൊണ്ട് തന്നെ നേടുക, അത് കൈപ്പറ്റുക. അത് കൈപ്പറ്റിയതിന് ശേഷം മൈക്ക് ചോദിച്ച് വാങ്ങിക്കണം. അവിടെ വെച്ച് അദ്ദേഹത്തിന് പറയാം, എൻ്റെ പേര് സന്തോഷ് നാരായണൻ എന്നല്ല, എൻ്റെ പേര് രമേശ് നാരായൺ എന്നാണ്.
എന്നെ ഈ പരിപാടിക്ക് വിളിക്കുകയും എൻ്റെ പേര് തെറ്റായി പറയുകയും എന്നെ സമയത്ത് പുരസ്കാരം സ്വീകരിക്കാൻ നിങ്ങൾ വിളിക്കാതിരിക്കുകയും ചെയ്തത് എന്നോടുള്ള അപമാനമായി, അല്ലെങ്കിൽ എന്നെ അപമാനിക്കുന്നതായി ഞാൻ കണക്കാക്കുന്നു. അതിലെനിക്ക് അമർഷമുണ്ട് എന്ന് അദ്ദേഹത്തിന് അവിടെ വെച്ച് പറയാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അദ്ദേഹത്തിന് വ്യക്തമാക്കാവുന്നതാണ്. പക്ഷേ തീർത്തും MT എന്ന മലയാളത്തിൻ്റെ ഒരു അഹങ്കാരം എന്ന് വിളിക്കാവുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ 91ാം ജന്മദിനാഘോഷത്തിനെ ഇത്രയും മോശമായ ഒരു കാര്യമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് അദ്ദേഹം കൊണ്ടെത്തിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം ആസിഫ് അലിയോട്, അതായത് ആസിഫ് അലി എന്നല്ല, അവിടെ ഏത് മനുഷ്യനായിക്കോട്ടെ അവിടെ ആ സമ്മാനം സ്വീകരിച്ചതിന് ശേഷം പ്രതിഷേധം അറിയിക്കണമായിരുന്നു. അങ്ങനെ ചെയ്തില്ല എന്നുള്ളത് ഇനി ആസിഫ് അലി അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ആസിഫ് അലി അതൊക്കെ വെറുതെയുള്ള പറച്ചിലുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാര്യം ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ആസിഫ് അലിയുടെ മുമ്പിൽ കൂടി പോയിട്ടാണ് തൊട്ടടുത്തിരിക്കുന്ന അഭിഷേകാൻ്റെ കൊടുക്കുന്നത്. ആൻഡ് അവിടെ വെച്ച് ദുർഗാകൃഷ്ണ ചെയ്ത ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. എണീറ്റ് അതേ സമയത്ത് അവിടെ നിന്ന് എണീക്കുകയും ആസിഫ് അലിക്ക് ഷെയ്ക്കാൻഡ് കൊടുത്തു. തൊട്ടടുത്തിരുന്ന ആൾക്കും ഷെയ്ക്കാൻഡ് കൊടുത്തിട്ടാണ്, എനിക്കൊന്ന് അവർ പോകാനായിരിക്കും. പക്ഷേ ആ സമയത്ത് ആസിഫ് അലി അനുഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു വേദന എന്തായിരിക്കും എന്നുള്ളത് അത് എനിക്കൊരു പരിധി വരെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. ഭയങ്കര പെയിൻഫുള്ളാണ്. നമ്മളെ ഇല്ലാണ്ടാക്കാൻ, നമുക്കൊരു വിലയില്ലാത്തൊരു പ്ലേസിൽ നമ്മളെ കൊണ്ട് എത്തിക്കുക എന്ന് പറയുന്നത്. ആ സമയത്ത് ദുർഗാകൃഷ്ണ ചെയ്തത് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അവരെയും കൂടി അഭിനന്ദിക്കണം. തീർച്ചയായിട്ടും മുൻപ് പറഞ്ഞതുപോലെ ഈവൻറ്റ് മാനേജ്മെൻ്റ് ആണല്ലോ ചെയ്യുന്നത്. പലപ്പോഴും ഇക്കാലത്ത് എല്ലാ പ്രോഗ്രാമുകളിലും ഇത്തരത്തിലുള്ള അവർക്ക് ഒരു ഓളം സൃഷ്ടിക്കുക എന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഇത്രയും ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഇത്രത്തോളം പ്രഗത്ഭനായ ഒരാളിൻ്റെ പേര് മാറി വിളിക്കുക എന്നുള്ളത് സംഭവിക്കത്തില്ല. രണ്ട്, യഥാർത്ഥത്തിൽ ഇവിടെ വേറൊരാൾ പക്വതാപൂർവ്വം പെരുമാറേണ്ടതുണ്ട്. അത് ജയരാജാണ്. ആദ്യം എല്ലാ ആളുകളെയും വേദിയിലേക്ക് വിളിക്കുന്നുണ്ട്. ജയരാജ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്, അതാണ് അദ്ദേഹത്തിന് പ്രശ്നമാണെന്നാണ് രമേശ് നാരായണൻ പറയുന്നത്. ജയരാജും ആളുകളെല്ലാം ചെല്ലും, ഇദ്ദേഹം ചെല്ലുന്നില്ലെന്നാണ് പറയുന്നത്, ഇദ്ദേഹത്തിനെ വിളിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ആ ജയരാജ് ആസിഫ് അലിയുടെ നിന്ന് മേടിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ പിന്നെ ഒരു വലിയ പ്രോഗ്രാമിനകത്ത് നടന്ന പ്രശ്നങ്ങളായതുകൊണ്ട് ഇതൊക്കെ പിന്നീട് ചാനലിൽ വരുമ്പോഴാണ്, ഇതിന് ഓരോന്നും മുറിച്ച് കാണുമ്പോഴാണ് ഇതിൻ്റെ വലിയ പ്രശ്നം മനസ്സിലാക്കുന്നത്. രമേശ് നാരായണൻ തൻ്റെ തരത്തിൽ താനും വ്രണപ്പെട്ടിട്ടുണ്ട് അവരുടെ പ്രവൃത്തിയിൽ. അത് പ്രത്യേകിച്ച് നമുക്ക് അതിനകത്ത് ഒരാളെ പഴി ചേരാൻ പറ്റില്ല. ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റും മറ്റോ ആണത് ചെയ്തതെന്നാണ് പറയുന്നത്. ആ പെൺകുട്ടി പേര് തെറ്റിച്ചാണല്ലോ, മുമ്പ് സംസാരിച്ചല്ലോ, ഉണ്ണി സംസാരിച്ചതുപോലെ പേര് തെറ്റിച്ചാണ്. അത്രയും പ്രശസ്തനായ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ നിരവധി അവാർഡുകളൊക്കെ നേടിയ അദ്ദേഹത്തിന് പേര് തെറ്റിച്ചു. അപ്പം നമുക്ക് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മനസ്സിലാക്കാം. അത് ഇക്കാലത്ത് എല്ലായിടത്തും ഒരു വൈറൽ കാലത്ത് ഇത്തരത്തിലുള്ള ഇനിയും പരിപാടികൾ ഇനിയും നമുക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഇതുപോലെ, കാരണം പലപ്പോഴും ഇൻ്റർവ്യൂവിനൊക്കെ വന്നിരുന്ന ബേസിക്കായിട്ടുള്ള റീഡിങ് പോലും ചെയ്യാതെയാണ് പലപ്പോഴും നമ്മൾ ഒരാളാരാണെന്ന് അറിയാതെ പലപ്പോഴും നമ്മൾ ഓരോരുത്തരെയും അവരുടെ മഹത്വത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റാതെ വരാറുണ്ട്. അപ്പോൾ അത് ആരാണെന്ന് അറ്റ്ലീസ്റ്റ് അറിയാനുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്ന്, സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത്. രണ്ട്, തുല്യത എന്നതിന് നമ്മുടെ ജീവിതത്തിലേക്കും എല്ലായിടങ്ങളിലേക്കും തുല്യത എന്ന ആശയത്തെ കൂടുതൽ ഗാഢമായി വായിച്ചോ മനസ്സിലാക്കി നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും നമ്മോടൊപ്പം ഉള്ളവരായി തോന്നുകയും കൂടുതൽ സുന്ദരമായ ഒരു ലോകം നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയുമെന്നാണ് എൻ്റെ ചിന്ത. ആസിഫ് അലിയുടെ മുഖത്തുണ്ടായിരുന്ന ഒരു ചിരിയുണ്ട്. ആ ചിരിയിൽ ചമ്മലുണ്ടായിരുന്നു. അത് കൂടാതെ അതിലൊരു മഹത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നി. ആസിഫ് അലി ആ സമയത്തെ അങ്ങനെ ചിരിച്ചുകൊണ്ട് ഹാൻഡിൽ ചെയ്തത് അതൊരു വളരെ വലിയൊരു കാര്യമാണത്. അത് നമ്മൾ ഈ പറയുന്ന രമേശ് നാരായൺ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ആസിഫ് അലി അതിനെ ഡീൽ ചെയ്തൊരു രീതിയെക്കുറിച്ച് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. ആൻഡ് ആ ചിരിക്കൊരു മഹത്വമുണ്ട്. അപമാനിതനാവുന്നതിൻ്റെ വേദന ആ ചിരിയിലുണ്ട്. ആ ചിരിയേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിരി അദ്ദേഹത്തിന് ഇനി ചിരിക്കാനുണ്ട്. അദ്ദേഹത്തിനെ അംഗീകരിക്കുന്ന വലിയ വേദികളിൽ അദ്ദേഹത്തിന് ചിരിക്കാനുണ്ട്. അപ്പം ആ ചിരി അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റട്ടെ. ഇങ്ങനെയുള്ള വേദനയുള്ള ചിരികൾ ഇനി അധികം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. നമുക്കും നമ്മുടെ ഭാഗത്തുനിന്നും പലപ്പോഴും ഇതൊക്കെ സംഭവിച്ചു പോകുന്നുണ്ടാവും, നമ്മളിതൊന്നും അറിയാഞ്ഞിട്ടാണ്. അപ്പോൾ അത്തരം ചിരികൾ, വേദനയുള്ള ആ ചിരികൾ ആരും ചിരിക്കാൻ ഇടവരാതിരിക്കട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് പുതിയൊരു ചാനലാണ്, സപ്പോർട്ട് ചെയ്യുക.